ഇന്നലെ പ്രമോയിൽ കാണിച്ച അടിയാണ് ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ഇത് വന്നിട്ട് അടി കൂടേണ്ട ഒരു കാര്യമില്ല. എല്ലാവരുടെയും പാത്രത്തിൽ ആവശ്യത്തിനുള്ള ചോറും ഉണ്ട്, കറിയുണ്ട്. ചോറ് തോനെയുള്ളവർക്ക് കറി തോനെ കൊടുത്തിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. ഇത് പയർ തോരനാണ്. ബാക്കി ചോറ് അധികം വന്നപ്പോൾ ചോറ് കുറവാണ് സാബുമോൻ എടുത്തത്. സാബുമോനാണ് ഈ പ്രശ്നത്തിന് തുടക്കം ഇട്ടത്. സാബുമോൻ കുറച്ചുകൂടി കറി ചോദിച്ചു. അനിമോട് പറഞ്ഞു, നിനക്ക് ചോറ് കുറവല്ലേ, നിൻ്റെ ചോറിന് ആവശ്യത്തിനുള്ള കറി ഞാൻ ഇട്ടിട്ടുണ്ട്, ആവശ്യത്തിൽ കൂടുതൽ കറി ഇട്ടിട്ടുണ്ട്. ഇത്രയും കറിയൊന്നും ഇവിടെ ആരും വിളമ്പത്തില്ല, ഞാൻ കൂടുതലാണ് വിളമ്പിയേക്കുന്നത്. നിനക്ക് ചോറ് വേണമെങ്കിൽ ഞാൻ കറി തരാമെന്ന് പറഞ്ഞു. ഇനി കുറച്ചുകൂടി ചോറ് കഴിക്കുന്നെങ്കിൽ ഞാൻ കറി തരാം. ഇനി ഒരാൾ ഈ ചോറ് ഇച്ചിരി കഴിക്കണമെന്ന് വെച്ചാൽ കറി കാണത്തില്ലല്ലോ. ആ ഇരിക്കുന്ന ചോറിനുള്ള കറിയാണ് ഈ ഇരിക്കുന്നത്. ആരെങ്കിലും രണ്ടാമത് ഇച്ചിരി ചോറ് ചോദിച്ചാൽ കൊടുക്കണ്ടേന്നുള്ള രീതിയിലാണ് അനുമോൾ അത് സംസാരിച്ചത്. അതിലേക്ക് വിളമ്പാൻ കൊടുക്കാത്തതിൻ്റെ ദേഷ്യമാണ് അതിലെ കാണിക്കുന്നത്. കുക്ക് ചെയ്യാൻ വയ്യ, വിളമ്പാൻ നേരം ഓടി വരുന്നത് എന്തിനാണ്? അപ്പോൾ വിളമ്പാൻ അനുമോൾ പറഞ്ഞു, എനിക്ക് കുക്ക് ചെയ്യാമെങ്കിൽ എനിക്ക് വിളമ്പാനും അറിയാം. അതിൻ്റെ ദേഷ്യമാണ് അതിലേക്ക് തീർക്കുന്നത്. അതിൽ പറഞ്ഞ് ഒരാൾ കഴിക്കുന്ന ചോറിൻ്റെ കറിയുടെ അളവ് നോക്കുന്ന നീയല്ല, ഒരാൾ ഒഴിച്ച് കഴിക്കുന്നു. അല്ല, സ്വന്തം വീട്ടിൽ ഇങ്ങനെയാണ്. ഇച്ചിരി ചോറ് ഇരുന്നാൽ ബാക്കി കറി വയ്ക്കത്തില്ല, അന്നേരം തന്നെ ചട്ടിയോട് എടുത്തുകൊണ്ട് വന്ന് എല്ലാവരുടെ വിളമ്പി തീർക്കുകയാണ്. അപ്പോൾ ഇത് എന്തുവാ ഇവർ ഈ കാണിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അനീഷ് മാത്രമുണ്ട് ഒന്നും മിണ്ടാതെ മാറി നിൽക്കുന്നത്. അനീഷിന് മനസ്സിലായത് ഇങ്ങനൊന്നും ഒരു വീട്ടിലും കാണിക്കും, ഏതെങ്കിലും ഒരു വീട്ടിൽ കാണിക്കും ഇങ്ങനെ. നീ അവിടെ പോയിരുന്ന് മോങ്ങ്, നിൻ്റെ അണ്ണാക്കിലൊഴിച്ച് വെള്ളം ഒഴിക്കുക, എന്തൊരു വർത്തമാനങ്ങളൊക്കെ വായിന്ന് വരുന്നത്. അനുമോടെ വായിന്ന് ഇതൊന്നും വരുന്നില്ല. അനുമോടുള്ള കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. ഇത്രയും ചോറ് ഇരിപ്പുണ്ട്, ആ ചോറിനുള്ള കറിയാണ് വെച്ചേക്കുന്നതെന്നേ പറയുന്നുള്ളൂ. സാബുമോനോട് പറഞ്ഞു കൊടുക്കുന്നു, കറിയും ചോറും പാകത്തിന് നീയാ കഴിക്കുന്ന അനു അല്ലെന്ന്. ഒരു വില്ലത്തിയുടെ ലുക്കിലാണ്, നോട്ടവും ഭാവവും അല്ല. എന്തൊരു വർത്തമാനങ്ങളൊക്കെയാണ് വായിന്ന് വരുന്നത്. അക്ബർ ഇതൊന്നും അറിയാതെ ചോറ് ആദ്യമേ എടുത്തുകൊണ്ട് പോയി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്, ഇവിടുത്തെ വഴക്ക് ഇത്ര ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ അനുമോൾ ഇങ്ങനെ പറയുന്നുണ്ട്, ചോറ് ബാക്കിയുണ്ട്, ആ ചോറിനുള്ള കറിയാണ് വെച്ചേക്കുന്നത്. അത്രയും നേരം ഇരുന്ന് ഒന്നും മിണ്ടാതിരുന്ന് കഴിച്ചുകൊണ്ടിരുന്ന അക്ബർ വന്നിട്ട് പറയുന്നു, ഇപ്പോൾ ചോറ് അധികം വന്നില്ലേ, ചോറിന് ആവശ്യത്തിനുള്ള കറി ഞാൻ ഇട്ടിട്ടുണ്ട്. ചോറ് അധികം വന്നെങ്കിൽ കറി ഇരിപ്പുണ്ട്, ഇനി ഒരാൾ വന്നാൽ എടുത്ത് കൊടുക്കാനുള്ള കറിയും ചോറുമാണ് വെച്ചേക്കുന്നത്. അതിപ്പോൾ തന്നെ കറി എല്ലാവർക്കും വീണ്ടും എടുത്ത് കൊടുക്കണമെന്ന് എന്തൊരു വർത്തമാനമാണ് പറയുന്നത്. ഇത്രയും ചോറ് ഇരിക്കുന്നെങ്കിൽ ഇത്രയും കറിയുണ്ട്, അപ്പോൾ ആ കറി ഇനി വരുന്നവർക്ക് കൊടുക്കേണ്ടതെന്ന് അനുമോൾ ചോദിക്കുന്നത്. അപ്പം ഇവരുടെയൊക്കെ ഇന്നലെ ലാലേട്ടൻ്റെ എപ്പിസോഡിൽ അനുമോൾ ചോറെടുത്ത് കാണിച്ചതിൻ്റെ ഒരു ദേഷ്യം ഇവരുടെ മനസ്സിലിങ്ങനെ കിടക്കുകയാണ്. അതിന് ഈ പാത്രം തുറന്ന് നോക്കുകയാണ്, ചോറ് ഇത്രയും ഇരിക്കുന്നില്ലേ, അപ്പോൾ ഇത്രയും ചോറ് അധികം വന്നില്ലേ. ഇവർ വന്ന് ചോദിക്കുക, എൻ്റെ സംശയം അതല്ല, ഈ ബാക്കി ചോറ് എങ്ങനെ വന്ന്, നിങ്ങൾക്ക് അറിയില്ലേ എത്ര പേരുണ്ടെന്ന്, എത്ര പേർക്ക് ചോറിടുമെന്ന്. അത് 2 പേർക്കുള്ള ചോറ് ആ പാത്രത്തിലുള്ളൂ, 2 പേർക്ക് കൂടെ ഇല്ല, അത്രയും കുറവാണ്. ലാലേട്ടൻ്റെ മുമ്പിൽ എടുത്തുകൊണ്ട് വന്ന അത്ര ചോറില്ല. നീ കഴിഞ്ഞ ആഴ്ച ലാലേട്ടൻ്റെ മുമ്പിൽ ഭയങ്കര ഡയലോഗ് അടിച്ചല്ലോ, ഈ ചോറ് അധികം വന്നു. ഇതേ കണക്ക് തന്നെ നിങ്ങൾ കഴിക്കാഞ്ഞോണ്ട് ആ ചോറ് അധികം വന്നതെന്ന് അക്ബർ പറയുകയാണ്. ഡയലോഗ് അടിക്കല്ലേ, അനു ഇരട്ടത്താപ്പ് കാണിക്കില്ലെന്ന് പറഞ്ഞ് അക്ബർ ഒരു വഴിയിൽ സംസാരിക്കാൻ തുടങ്ങി. ശരിക്കും സാബുമോനൊക്കെ ചോറ് വളരെ കുറച്ചാണ് എടുത്തത്, അതുകൊണ്ടാണ് ചോറ് ഇത്ര അധികം വന്നത്. ഇപ്പോൾ ചോറ് ബാക്കി വന്നത്, ഇപ്പം നിങ്ങൾക്ക് അരി എണ്ണാൻ അറിയത്തില്ലായിരുന്നു, അരിയുടെ ഭാഗ്യം എന്താ, നിങ്ങൾക്ക് അളവ് അറിയത്തില്ലായിരുന്നു എന്നൊക്കെ ചോദിച്ച് അക്ബറിൻ്റെ ഷോ ഇറക്കുന്നു. ഇതാണ് ഇന്നത്തെ വഴക്കിൻ്റെ കാരണങ്ങൾ. അത് ശരിക്കും പറഞ്ഞാൽ അനുവിൻ്റെ ഭാഗത്ത് ശരിക്കും ഒരു കുറ്റവും. ഒരു വീട്ടിൽ ചോറ് വെച്ച് കഴിഞ്ഞാൽ ആ കറി അന്നേരം തന്നെ ചട്ടിയോട് എടുത്തോണ്ടൊന്നും ആരും ഫിനിഷ് ചെയ്യത്തില്ല. ചോറ് അതിനകത്ത് ഇല്ലെങ്കിൽ ശരിയാണ്, നീ കറിയായിട്ട് ബാലൻസ് വന്ന് എല്ലാവരും ഇച്ചിരി കൂടെ കറിയും കൂടെ എടുക്കുമെന്ന് പറഞ്ഞ് എല്ലാവരും എടുക്കാറുണ്ട്. ഇതെന്തുവാണ് ഇത്രയും 2 പേർക്കുള്ള ചോറ് അവിടെ അധികം വന്നത്, അപ്പോൾ ആ 2 പേർക്കുള്ള കറി അധികം ഉണ്ട്. അതിനാണ് ഈ കിടന്ന് അടി കൂടുന്നതും ബഹളം ഉണ്ടാക്കുന്നതും. ഇത്രയും അനീഷ് മാത്രമേ ഉള്ളൂ ഒന്നും മിണ്ടാതിരിക്കുന്നത്.